നീലാംബരി പാർട്ടി 21. ഹരൻ ഒരു ചിരിയോടെ തന്നെ വാഷ്റൂമിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴും എന്തൊക്കെ ആലോചിച്ച് ബെഡിലിരിക്കുന്ന നീലുവിനെ കണ്ട്. എന്താ ഫ്രഷാവാൻ പാവമൊന്നുമില്ലേ? എന്തേ കിട്ടിയ ഉമ്മയുടെ ഹാങ് ഇതുവരെ മാറിയില്ലേ? അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ കാതോരം ചെന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും ഒന്ന് അകന്നു മാറി ഒന്ന് നിന്ന് വിക്കിയിട്ട് അതിനുശേഷം എന്താ പെണ്ണേ? ഒന്നുമില്ല, ഞാനെന്നാൽ ഫ്രഷായിട്ട് പെട്ടെന്ന് വരാം. ഏട്ടൻ താഴേക്ക് പോക്കോ. അതെന്തേ? ഞാനിവിടെ നിന്നെന്നും പറഞ്ഞ്. അല്ല, ഏട്ടൻ താഴേക്ക് പോക്കോ. ശരി, താൻ പറഞ്ഞതല്ലേ, കേട്ടില്ലെന്ന് വേണ്ട. അത്രയും പറഞ്ഞ് അവൻ റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഹരൻ ഒരു ചിരിയോടെ തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് കണ്ടുകൊണ്ടാണ് ഹരിയും നിച്ചും അവിടെ ഇരിക്കുന്നത്. എന്താടാ നീ ഒരു കള്ളച്ചിരിയോടൊക്കെ വരുന്നേ? ഏയ് നിങ്ങളുടെ ജഗജാല കില്ലാടി ഞാനൊരു ഏയ് ഒന്നുമില്ല. അപ്പോഴാണ് ഹരനും ആലോചിക്കുന്നത് താൻ എന്താണ് ഇവരോട് പറയാൻ പോയെന്ന്. എന്താടാ? അല്ല, നിങ്ങളുടെ ജഗജാല കില്ലാടി എൻ്റെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങി നിന്നെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അവൻ രക്ഷപ്പെട്ടു എന്ന ഭാവത്തിൽ ഒന്ന് തിരിഞ്ഞതും, മോനെ ഹര, നിന്നെ ഞാൻ ജനിച്ച അന്ന് തൊട്ട് കാണാൻ തുടങ്ങിയതാ. എൻ്റെ മുന്നിൽ നിന്ന് ഉരുണ്ട് കളിക്കുന്നു. സത്യം പറയടാ, എൻ്റെ കൊച്ചിനെ നീ എന്തോ ചെയ്ത്? ഹരി അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഏയ് ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലയോടാ? ഞാൻ കണ്ടുപിടിച്ചോളാം. നിനക്കല്ലേ പറയാൻ ബുദ്ധിമുട്ട്, അവളോട് ചോദിച്ചോളാം. എന്നാൽ പെട്ടെന്ന് ചെല്ലും, മോൻ പോയി അവളോട് തന്നെ ചോദിച്ച് വിവരം അറിഞ്ഞിട്ട് വാ. അത്രയും പറഞ്ഞ് അവൻ നേരെ കിച്ചണിലേക്ക് വിട്ടു. ലക്ഷ്മി മാത്രമേ കിച്ചണിലുണ്ടാവൂ എന്ന് കരുതിയാണ് അവൻ കിച്ചണിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ ചെന്ന ഹരൻ കാണുന്നത് രാധികയോടൊപ്പം സംസാരത്തിൽ മുഴുകി രാത്രിത്തേക്കുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ലക്ഷ്മിയാണ്. എന്താണമ്മ, രാത്രിത്തേക്ക് സ്പെഷ്യൽ വല്ലതുമുണ്ടോ? ഇല്ലടാ, എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഏയ് ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ കൂടെ പഴയതുപോലെ കിച്ചണിലൊക്കെ ഒന്ന് നിൽക്കാൻ ഒരാഗ്രഹം, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. എന്നാ നിന്നോ. ഇപ്പോൾ അമ്മയെ സഹായിക്കാൻ 2 പേരുണ്ട്. നീ 2 പേരുടെ കാര്യമൊന്നും പറയണ്ട. നിൻ്റെ ഭാര്യ ഈ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല. പിന്നെ രാധിക മോള് വന്നതുകൊണ്ട് ഒരു കൈ സഹായം. അതും കേട്ടാണ് നമ്മുടെ നീലു അങ്ങോട്ടൊന്ന് അവൾ മുഖം തിരിച്ച് നിന്നതും. ഓ, എൻ്റെ കാന്താരി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് അല്ലെങ്കിലും അമ്മയുടെ മോനോടല്ലേ സ്നേഹം. ഞാനില്ലെന്ന് കരുതി എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുമല്ലേ മോൻ്റെ അടുത്ത്. എനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്ന് കാന്താരി, അവൻ വന്ന് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇവിടെ 2 പിള്ളേരുണ്ട് കൂട്ടിന്, നിന്നെ ഇവിടെ ആവശ്യമില്ല. അമ്മ കൂടുതൽ ഉരുണ്ടൊന്നും കളി കണ്ട. ഹരിയേട്ടൻ ഇവിടെ വന്നിടം തൊട്ട് ഞാനിവിടെ ഉണ്ട്. അന്നേരം അമ്മ പറഞ്ഞതെല്ലാം കേട്ടു. ഞാൻ ഈ വഴിക്ക് വരില്ലേ? ഞാനിവിടെ വന്ന് വല്ല സഹായം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ എന്നോട് പറയുന്നത്? എൻ്റെ പൊന്നുമോൾ ഒരു സഹായവും ചെയ്യണ്ട, അങ്ങ് പോയി തന്നാൽ മതി. ഉണ്ടാക്കി തരുന്നത് തിന്ന് സഹായിച്ചാൽ മതി. അങ്ങനല്ലേ? എൻ്റെ പൊന്ന് നീലു, നിന്നോട് അങ്ങനെ പറയാതെ എങ്ങനെ പറയണം? കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ ഓർത്താൽ മതിയല്ലോ, അതിനൊരു ഉദാഹരണമായി. ലക്ഷ്മി അത്രയും പറഞ്ഞ് നീലു ഇടയ്ക്ക് കയറി. കഴിഞ്ഞ ദിവസത്തെ സംഭവം കഴിഞ്ഞില്ലേ, ഇനി അമ്മ എന്തിനാ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അവളുടെ പതർച്ചയും ഭാവവും കണ്ട് ലക്ഷ്മി ചിരിച്ചു, ഒപ്പം തന്നെ രാധികയും. എന്നാൽ കാര്യം അറിയാതെ ഹരൻ മൂവരെയും നോക്കി നിന്നു. എന്താ അമ്മ കാര്യം, പറ. അതൊന്നുമില്ല, ഹരനേട്ടൻ ഇവിടുന്ന് അങ്ങ് പോയേ. ഞാനും അമ്മയും രാധിക ചേച്ചിയും മാത്രം അറിഞ്ഞു ചെറിയൊരു സീക്രട്ട്, അത്രയേ ഉള്ളൂ. നീലു ഹരനെ അവിടെ നിന്ന് തള്ളി പറഞ്ഞു വിട്ടു. എൻ്റെ പൊന്ന് നീലു, നീ ഇതുപോലെ ഹരൻ്റെ മുമ്പിൽ വാല് ചുരുട്ടി നിൽക്കുന്ന കണ്ടിട്ട് പോലുമില്ല. എന്നാൽ നേർക്ക് കണ്ട 2 എണ്ണവും കീരിയും പാമ്പുവാ. നിനക്ക് ഇത്ര പേടിയോ? പേടിയല്ല, ആളിനി അതും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് എനിക്ക് പാചകത്തിൽ ഭയങ്കര പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അതൊരു വലിയ ഷെഫായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റിയാലേ തൻ്റെ കഴിവുകൾ പുറത്തോട്ട് വരുത്തുള്ളൂ. നീലു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അവർ 2 പേരും മുഖാമുഖം നോക്കി. അതിനുശേഷം ഒരൊറ്റ ചിരിയായിരുന്നു. നീലുവിൻ്റെ സംസാരവും ഭാവങ്ങളും എല്ലാം കണ്ട് ഓർത്തോർത്ത് അവർ ചിരിക്കാൻ തുടങ്ങി. കളിയും ചിരിയും ഒക്കെയായി അന്നേ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ 3 സംഘം റെഡിയായ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ബൈക്കിൽ യാത്ര തിരിച്ചു.
നമ്മുടെ നീലുക്കൊച്ചും രാധികയും അവർ ഇറങ്ങുന്നതിന് കുറച്ച് മുൻപായി തന്നെ ഇറങ്ങിയിരുന്നു. ബസ് കിട്ടി കോളേജിലെത്താൻ കഴിഞ്ഞ ദിവസത്തെ കൂട്ട് വൈകാതിരിക്കാൻ വേണ്ടി മൂവർ സംഘം തങ്ങളുടെ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ലക്ഷ്മി അകത്തു നിന്നും പുറത്തേക്ക് വന്ന്, എൻ്റെ പൊന്നു പിള്ളേരെ, നീ 3 ബൈക്കിലാണ് പോകുന്നത്. എന്നാൽ ആ പെൺപിള്ളേരെ കൂടി ഇതിൻ്റെ പുറയിലെത്തി കൊണ്ടുപോയിക്കൂടെ? എന്താ ഹരന, നിനക്ക് നിൻ്റെ ഭാര്യയെ നിൻ്റെ കൂടെ കൊണ്ടുവന്നതിന് നാണക്കേടുണ്ടോ? പിന്നെ ഹരിക്കും നിച്ചുവിനും. രാധിക അന്യൊരു പെൺകുട്ടി തന്നെ, പക്ഷേ ഇനി അവൾ നിങ്ങളുടെ സഹോദരിയായി തന്നെ കണ്ട് നിങ്ങൾക്കവിടെ കൂടെ കൂട്ടാം. പഴയ രാധികയിൽ നിന്നും അവൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരുന്നു. പ്രായം കൊണ്ട് നമ്മുടെ നീലുവിനേക്കാൾ ഒരുപാട് മൂത്തതാണ് എങ്കിലും ഇന്ന് അവർ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവർ രണ്ടുപേരുടെയും ഇടയിൽ ഇല്ലാത്ത രഹസ്യങ്ങളും ചുരുക്കമായി എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞ് ഒരു സഹോദര ബന്ധം അവർക്കിടയിലുണ്ട്. പിന്നെ നിങ്ങൾക്കെന്താ അവളെ ഒരു സഹോദരിയായി കാണാൻ കഴിയാത്തത്? ലക്ഷ്മി ചോദിച്ചു നിർത്തുന്നു. പഴയതൊന്നും മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും മായില്ലമ്മ, അത് തന്നെയാണ് കാരണം. ഞങ്ങൾക്കും അങ്ങനെ ഒരു തോന്നൽ ഇല്ലാതില്ല. രാധികയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്ന് പഴയ രാധികയല്ല. ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ തന്നെ അവൾക്ക് എന്തോ ഒരു ജാള്യത ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഉണ്ടെന്ന് ഉള്ളതല്ല മോനെ, അവൾക്ക് നിങ്ങളെ എല്ലാവരും ഫേസ് ചെയ്യാൻ ഒരു നാണക്കേടുണ്ട്, പ്രത്യേകിച്ച് നിച്ചുവിനെ. നിച്ചു വന്ന് അവളുടെ മുഖത്ത് നോക്കി സംസാരിച്ചത് എല്ലാം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. അതുതന്നെയാണ് കാരണം. ലക്ഷ്മി അത് പറഞ്ഞതും നിച്ചുവിൻ്റെ മുഖം ഒന്ന് താണു. മോൻ്റെ മുഖം താഴാനോ അല്ല എങ്കിൽ മോനെ കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല. അവൾ ഒരു പെൺകുട്ടിയാണ്. തൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൾ കാര്യമായ ആണ് നിന്നോട് അന്ന് സംസാരിച്ചത്. അവളെ ഒരു സഹോദരിയായി കണക്കുകൂട്ടി തന്നെ. പക്ഷെ അവിടെയും അവളെ നീ തെറ്റായി കണ്ട് ആ ഒരു വിഷമം ഇന്നും അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പലപ്പോഴും നിന്നെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മോൻ ഇനിയും ആ രീതിയിൽ അവളോട് മുഖം തിരിച്ച് നടക്കരുത്, മുഖം കടുപ്പിച്ച് വെക്കരുത്. മോൻ എന്തെങ്കിലുമൊക്കെ അവളോട് സംസാരിക്കണം, ആ മനസ്സിൻ്റെ നീറ്റൽ ഒന്ന് മാറാൻ വേണ്ടിയെങ്കിലും. മോൾ നീലുവിനെ പോലെ അവളെ ഒന്ന് കണ്ടു നോക്ക്, ഒരു പാവമാണ് അവൾ. ഒരുപാട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കുട്ടി കാന്താരിയെ പോലെ ഒരു പഞ്ച് പാവം അവളും. നിങ്ങൾ ആ ഒരു അകൽച്ച വിട്ട് അവളോട് സംസാരിക്കണം. നാളെ തൊട്ട് പിള്ളേരെ രണ്ടിനെയും നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ ബൈക്കിൽ തന്നെ വിടാനാണ് തീരുമാനം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു എതിർപ്പുണ്ട് എങ്കിൽ അതിപ്പോൾ പറയണം. അവർ മൂവരും പരസ്പരം നോക്കി. വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ അതിന് തീരുമാനം പറയാം. ശരി എന്ന രീതിയിൽ ലക്ഷ്മി ഒന്ന് മൂളി തിരിഞ്ഞ് അകത്തേക്ക് പോയി. അവർ മൂവരും കോളേജിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ രാധികയും നീലുവും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് അവർ മൂവരും കണ്ടത്. കുറച്ച് അകലെ നിന്ന് കണ്ടതുകൊണ്ട് തന്നെ മൂവരും ബൈക്ക് ഒന്ന് ചെറുതായി സ്ലോ ചെയ്തു. നീലുവിൻ്റെ ഇന്നലത്തെ പ്രകടനം തന്നെയാണ് ഇന്നും അവിടെ കാഴ്ചവെക്കുന്നത് എന്നറിയണമായിരുന്നു. അതുകൊണ്ടും അവളുടെ കണ്ണെത്താത്തടുത്ത് തന്നെ ബൈക്ക് ഒന്ന് മാറ്റി സ്റ്റാൻഡ് ചെയ്ത് മൂവരും ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് അങ്ങോട്ട് നടന്നു. നമ്മുടെ നീലുക്കൊച്ചി എന്തൊക്കെയോ രാധികയോട് സംസാരിക്കുന്നുണ്ട്. രാധിക ചുറ്റും നോക്കുന്നത് കണ്ടതും മൂവരും ഒന്ന് മറഞ്ഞു നിന്നു. എന്തോ തിരിഞ്ഞ് സംസാരിച്ചതിന് ശേഷം അവർ വീണ്ടും കാണുമ്പോൾ നീലു ദീർഘമായെന്ന് നിശ്വസിച്ച് ചുറ്റുമൊന്ന് നോക്കി. അതിനുശേഷം പഴയ പരിപാടി തന്നെ തുടർന്നു. എല്ലാവരെയും സ്കാൻ ചെയ്തു. അങ്ങനെ അവൾ എല്ലാവരെയും സ്കാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് അവൾക്ക് അത്ര പരിചിതമായ ഒരു പെർഫ്യൂം വന്ന് നിന്നത്. അവൾ എനിക്കിത്ര പരിചിതമായ പെർഫ്യൂമോ? അവൾ അത്രയും ചിന്തിച്ചുകൊണ്ട് തല ഉയർത്താൻ നോക്കിയതും അവളുടെ മുന്നിൽ 2 ജോഡി ബൂട്ട് നിൽക്കുന്നത് കണ്ട് അവൾ താഴെ നിന്നും മുകളിലേക്ക് ആ നിൽക്കുന്ന വ്യക്തിയെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഈ പാൻറ്, ഈ ഡ്രസ്സ് എല്ലാം നല്ല പരിചയം. കൂട്ടത്തിൽ ഈ കയ്യിൽ കിടക്കുന്ന മോതിരവും അതിൽ കിടക്കുന്ന ഈ വളയൊക്കെ നല്ല പരിചയം. എവിടെയാ കണ്ട് പരിചയം? അങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ട് മുകളിലേക്ക് കഴുത്തോരം എത്തിയപ്പോൾ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷവും മാറിലുള്ള ആ സ്റ്റാച്ചു കൂടി കണ്ടപ്പോൾ അവൾക്ക് ഏകദേശം ആളിനെ വ്യക്തമായി. അവൾ മുകളിലേക്ക് തല ഉയർത്തുന്നതിന് മുമ്പ് വീണ്ടും തല താണു. എന്താടി നിൻ്റെ സ്കാനിങ് ഇതുവരെ കഴിഞ്ഞില്ലേ? ആ മുഖം മുകളിലേക്കൊന്ന് ഉയർത്തിയേ. ഹരൻ അവളുടെ മുന്നിൽ വന്ന് ദേഷ്യത്തോടെ തന്നെ സംസാരിച്ചു. അത് നിൻ്റെ വിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച്
മുമ്പോട്ട് നടന്നതും അവൻ ഒന്ന് നിന്ന്. രാധികയോട് ഇനി പ്രത്യേകിച്ച് പറയണോ ഞങ്ങളുടെ പിന്നാലെ വരാൻ? അത് പറഞ്ഞതും അവളും അവരുടെ പിന്നാലെ തന്നെ വെച്ച് പിടിച്ചു. കുറച്ചകലെയായി നിർത്തിയിരുന്ന ബൈക്കിൻ്റെ അടുത്തേക്ക് ചെന്നതും ഹരിയും നിച്ചുവും ബൈക്കിൽ തന്നെ ഇരുന്ന് നിച്ചു നീലുവിനെ നോക്കി ഒന്നാ ചിരിച്ചു. ഹരിയും അതുപോലെ തന്നെ അവളെ നോക്കി ചിരിച്ചതും രണ്ടുപേരുടെയും ചിരി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ രണ്ടുപേർക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഹരൻ്റെ പിന്നിൽ ബൈക്കിൽ കയറിയിരുന്നു. നീലു കയറിയതും രാധിക താൻ ഇവർ രണ്ടുപേരിൽ ആരുടെ ബൈക്കിലാണ് കയറേണ്ടത് എന്ന കൺഫ്യൂഷനിൽ രണ്ടുപേരെയും മാറിയും തിരിഞ്ഞും നോക്കി. അത് പിന്നെ ഇപ്പം ബസ് വരും, ഞാൻ ബസ്സിൽ വന്നാൽ പോരെ? അവൾ ഒരു ചെറിയ മടിയോടെ അവരോടായി ചോദിച്ചു. നീ ബസ്സിലൊന്നും വരുന്നില്ല, ഇങ്ങോട്ട് കയറടി, ഹരി അവളോട് പറഞ്ഞതും രാധിക പെട്ടെന്ന് തന്നെ അവൻ്റെ പിന്നിൽ കയറി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ രാധികയും നിച്ചുവും കേൾക്കത്തക്ക രീതിയിൽ ഹരൻ പറഞ്ഞു, നാളെ തൊട്ട് ഞങ്ങൾ എപ്പോഴാണോ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്ന അതേ സമയം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ബൈക്കിൽ മക്കൾ ഇനി കോളേജിൽ പോയാൽ മതി. ഇനി ബസ് കയറാൻ എന്നുള്ള ഭാവത്തിൽ ഇവിടെ വന്ന് നിന്റെ വായ്നോട്ടം ഒന്നും നടക്കില്ല. നീലുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞത്. ഓ, ഇവിടെ നടന്നില്ല എന്തുവാ, കോളേജിൽ നല്ല ചുള്ളം പയ്യന്മാരുണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് പറഞ്ഞതും ഹരൻ ബൈക്കൊന്ന് ചരിച്ചു. നീലു നേരങ്ങി താഴെ വന്നതും എന്ത് പണിയാ ഹരേട്ടായി കാണിച്ചേ? നിനക്ക് കോളേജിൽ ചെന്ന് എത്ര ആമ്പിള്ളേരെ കാണണം? അത്രയും പറഞ്ഞുകൊണ്ട് ഹരൻ ബൈക്കിൽ നിന്നും ഒന്ന് ഇറങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് കൈ തിരിച്ചതും എൻ്റെ പൊന്ന് ഹരേട്ടാ, എനിക്ക് ആരെയും കാണണ്ട, എൻ്റെ കൈ നോന്ന് വിട്, കൈ ഒടിഞ്ഞു പോകും, പ്ലീസ് പ്ലീസ് പ്ലീസ്. അവൾ നിന്ന് കെഞ്ചി തുള്ളാൻ തുടങ്ങി. അവളുടെ പറച്ചിലും അവളുടെ തുള്ളലും കണ്ട് ബാക്കി മൂന്നെണ്ണവും ചിരിക്കാൻ തുടങ്ങി. അവളുടെ കൈ പിടിച്ച് തിരിച്ച ഹരൻ അവളുടെ കയ്യിൽ നിന്നും കൈ വിട്ടതുമില്ല. അവൾ നിന്ന് വീണ്ടും കരഞ്ഞ് പറയാൻ തുടങ്ങി. അവളുടെ കരച്ചിലും പറച്ചിലും കേട്ടിട്ടും ഹരിയും നിച്ചു രാധിക ഒന്നും മിണ്ടാതെ അവളുടെ പറച്ചിലെല്ലാം കേട്ട് ചിരിക്കുന്നതല്ലാതെ ഒരു വാക്കും മിണ്ടുന്നില്ല. അവൾ തിരിഞ്ഞ് മൂന്നിനെ നോക്കിയതും മൂന്നും അടാറ് ചിരിയിലാണ്. ചിരിച്ച് മൂന്നിൻ്റെയും കണ്ണിൽ നിന്നും വെള്ളം വരെ വരാൻ തുടങ്ങി. അവളുടെ മുഖത്തെ രൂക്ഷമായ ഭാവം കണ്ട് മൂന്നും കൂടി ചിരി സ്വിച്ച് ഇട്ടതുപോലെ ഒന്നടക്കി. അവർക്ക് തങ്ങളുടെ ചിരി നിയന്ത്രിക്കാൻ വയ്യാതെ വന്നതും വീണ്ടും മൂവരും ചിരിക്കാൻ തുടങ്ങി. ചിരി കണ്ട് ഹരൻ അവരെ ഒന്ന് നോക്കിയതും അവർ മൂവരും ചിരി അടക്കി നിർത്തി. എങ്കിൽ ഞങ്ങൾ മൂവരും പോവുക, നിങ്ങൾ രണ്ടുപേരും പതിയെ വന്നേക്ക്. അത്രയും പറഞ്ഞ് ഹരി ബൈക്ക് മുന്നോട്ടെടുത്ത് നിച്ചും തൊട്ട് പിന്നാലെ തന്നെ പോയി. അവർ കുറച്ച് ദൂരെ ചെന്ന് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയും നിച്ചു അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുക. അവർക്ക് മൂന്ന് പേരും പരസ്പരം നോക്കി വീണ്ടും ചിരിച്ചുകൊണ്ട് തന്നെ കോളേജിലേക്ക് യാത്ര. കുറേ സമയത്തിന് ശേഷം നിച്ചുവും ഹരനും കോളേജ് ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് വീണ്ടും മൂവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്കൊപ്പം ഇരിക്കുന്ന ബാക്കി ആർക്കും മനസ്സിലായില്ല എന്തിനാ ഇവർ ചിരിക്കുന്നതെന്ന്. ഹരിയുടെയും നിച്ചുവിൻ്റെയും മുന്നിൽ വന്ന് നിന്ന് അലക്സും വിവേകും കാര്യം തിരക്കിയതും ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം ഹരി വള്ളി പുള്ളിത്തെറ്റാട് അലക്സിനോടും വിവേകിനോടും പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ അവരും ചിരിക്കാൻ തുടങ്ങി. അവരും നീലുവിനെ നോക്കി ചിരിക്കുന്ന കണ്ട് നീലുവിന് ദേഷ്യം തോന്നി. നീലു പെട്ടെന്ന് തന്നെ ബൈക്കിലിൻ്റെ പിന്നിൽ നിന്നും ഇറങ്ങി ഹരൻ്റെ മുതുകൊത്ത ഒരൊറ്റ അടിയും കൊടുത്ത് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം കൊടുത്തു. കുറേ ദൂരം ചെന്ന് അവൾ തിരിഞ്ഞു നിന്ന്, എന്നെ ഇനി എൻ്റെ കൈ പിടിച്ച് തിരിച്ചാൽ നിനക്ക് ഇതിൽ വലുത് ഞാൻ തരുവടാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ജീവനും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് ഓടി. ഇനി അവിടെ നിന്നാൽ തൻ്റെ ശരീരം തന്നെ കേടാവുമെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിന്ന് ഓടിയത്. എന്നാൽ ഇരുവരെയും നോക്കി മറ്റൊരു കണ്ണ് അവിടെ നിൽക്കുന്നത് ആരും കണ്ടില്ല. കോളേജിൽ പല ഭാഗത്ത് നിന്ന കുട്ടികൾക്കെല്ലാം ഇതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. കാരണം ഹരൻ്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് നല്ല പണിയാണ് ഹരൻ കൊടുക്കാൻ. ആ പെൺകുട്ടി അവനെ അടിച്ചിട്ടും അവനെ തിരിഞ്ഞു നിന്ന് കോഷ്ടി കാണിച്ച് വിളിച്ച് പറഞ്ഞതും എല്ലാം കേട്ടിട്ടും അവൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവുമില്ലാതെ മറിച്ച് അവൻ ചിരി തൂകി അവളെ തന്നെ നോക്കി നിൽക്കുന്നതും അവൻ്റെ കണ്ണുകൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഭാവമായിരുന്നു എല്ലാവരും കണ്ട്. എല്ലാവർക്കും ഒരു ആശ്ചര്യം തോന്നി. ഹരന് ചിരിക്കാൻ അറിയാമോ? അതുകൂടാതെ ആ പെൺകുട്ടിയോട് ഹരൻ്റെ കണ്ണുകളിൽ കണ്ട ആ ഭാവം അത് എല്ലാവരിലും ഉള്ളിൽ ആശ്ചര്യം. എന്നാൽ അവിടെ നിന്ന പെൺകുട്ടികൾക്ക് അവളോട് അസൂയയും ഒപ്പം തന്നെ വിദ്വേഷവും ഉണ്ടായി. എല്ലാവരും ഹരൻ്റെ ചിരി തന്നെ നോക്കി നിൽക്കുമ്പോൾ അവൻ ആരെയും മൈൻഡ് ചെയ്യാതെ തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ കൂട്ടുകാരിൽ
അലക്സും വിവേകും അവനെ തന്നെ നോക്കി നിൽക്കുക. എന്താടാ നീ രണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അടുത്ത് വന്ന ഹരൻ അവരോടായി ചോദിച്ചു. ആ അല്ലളിയ, അവൾ നിന്നെ അടിച്ചിട്ടല്ലേ ഓടിപ്പോയത്. ആ അതിനെന്താ? നിനക്കവളോട് ദേഷ്യമൊന്നുമില്ലേ? ഇല്ല, എന്തേ? ഞങ്ങളറിയാതെ നിന്റെ കയ്യിലോ ദേഹത്തോ ഒന്ന് മുട്ടിയ നീ ഞങ്ങളെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ ഭിത്തിയിൽ ഒട്ടിക്കും. എന്നിട്ട് അവൾ നിന്റെ പുറത്ത് ഇത്ര വലിയ അടി അടിച്ചിട്ട് നിനക്കവളോട് ദേഷ്യമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഹരനല്ല, ഞങ്ങളുടെ ഹരൻ ഇങ്ങനെയല്ല. എന്തോ എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അവർ രണ്ടുപേരും മുഖാമുഖം നോക്കി പരസ്പരം പറഞ്ഞു. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുമില്ല. നിങ്ങളുടെ കൂടെ പഴയതുപോലെ കളിച്ച് നടന്ന അതേ ഹരൻ തന്നെ. പിന്നെ അവൾ എൻ്റേത് മാത്രമാണ്, അതുകൊണ്ട് അവൾക്ക് അത്ര സ്വാതന്ത്ര്യം.